പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 11 തീയതി തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ പുതിയൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗം, പഠനം, മറ്റ് ക്രമീകരണങ്ങൾ, ശുശ്രൂഷകൾ എല്ലാം തന്നെ കൃത്യനിഷ്ഠയോടും വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെ ചെയ്യുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി സർവശക്തനായ ദൈവം പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 31 വാക്യം. ജനസിസ് ചാപ്റ്റർ 29 വേഴ്സ് 31 നാം ഇപ്രകാരം വായിക്കുന്നു: ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു, റാഹേലോ വന്ധ്യയായിരുന്നു. യാക്കോബിന്റെ ചരിത്രം വളരെ സങ്കീർണതയും പ്രത്യേകതയും നിറഞ്ഞതാണ്. പിതാവിനെയും ജ്യേഷ്ഠനെയും കബളിപ്പിച്ച് അമ്മയുടെ ഉപദേശപ്രകാരം അമ്മാവന്റെ ഭവനത്തിൽ എത്തി. അങ്ങനെ അതിലും വലിയ കളിപ്പീരുകാരനായി അമ്മാവനായ ലാബാൻ ഇതാ ഇളയ മകൾക്ക് വാഗ്ദാനം കൊടുത്ത് മൂത്ത മകളായ ലേയെ വിവാഹം കഴിപ്പിക്കുന്നു. തുടർന്ന് റാഹേലിനെ നൽകുന്നു. എന്നാൽ വചനത്തിൽ നാം കാണുന്നു, യാക്കോബ് ലേയേക്കാൾ റാഹേലിനെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് 14 വർഷം ഈ ശരിക്കും പറഞ്ഞാൽ റാഹേലിന് വേണ്ടിയാണ് കാത്തത്. അല്ലെങ്കിൽ ആദ്യത്തെ 7 വർഷം മാത്രമേ വേണ്ടി വന്നിരുന്നുള്ളൂ. അതുപോലും ഒരു വലിയ ദീർഘകാലമല്ലാതെയാണ് യാക്കോബിന് തോന്നിയതെന്ന് വചനം പറയുന്നു. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ പ്രസക്തമാണ്. നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നാണ്. ലേയോട് യാക്കോബിന് അനിഷ്ടമെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ, ദൈവത്തിനത് ബോധ്യപ്പെട്ടപ്പോൾ, ഇഷ്ടപ്പെട്ട റാഹേൽ എന്ന തൻ്റെ ഭാര്യയെ വന്ധ്യയായി മാറുകയും, എന്നാൽ ലേയിൽ തലമുറകൾ ജനിക്കുന്നു. ഒന്നാമത്തേത് രൂബേൻ, രണ്ടാമത്തെ ശിമയോൻ എന്ന് പേരിട്ടത് തന്നെ അതിൻ്റെ അർത്ഥം 32, 33, 34 വാക്യങ്ങളിൽ തൻ്റെ ആദ്യത്തെ 2-3 ആൺമക്കളുടെ പ്രത്യേകതയിൽ നാം കാണുന്നുണ്ട്. അതെ, തൻ്റെ ഭർത്താവിന് തന്നോട് അത്ര ഇഷ്ടമില്ല, എന്നിട്ടും ദൈവം എനിക്കൊരു പൈതലിനെ തന്നു, ശിമയോൻ എന്ന് പേർ വിളിച്ചു. പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും പലരും അനിഷ്ടം കൊള്ളുകയില്ല. അത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, ബോഡി ഫിഗർ ആയിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ചില സ്വഭാവങ്ങളാവാം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ആവാം. അല്ല, മറ്റുള്ളവരെ പോലെ വലിയ പ്രകടനങ്ങളോ വലിയ സ്മാർട്ടോ ഓവർ സ്മാർട്ടോ ഒന്നും ആയിരിക്കുകയില്ല. എന്തുമായിക്കൊള്ളട്ടെ, നമ്മളോടും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലർക്കും അനിഷ്ടവും മാറ്റി നിർത്തലും ഒഴിവാക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അത് അനുഭവിക്കുന്നവരും ഉണ്ടാകാം.
അതിൻ്റെതായിട്ടുള്ള ചില കോംപ്ലക്സുകളും മനപ്രയാസങ്ങളും നമ്മിൽ പലർക്കുമുണ്ട്. എന്നാൽ ഒരു കാര്യം സ്വർഗത്തിലെ ദൈവം ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. യാക്കോബേ, നീ ലേയെ ഇഷ്ടപ്പെട്ടില്ല, റാഹേലിനെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ലേ ഇതാ യാക്കോബിന് മക്കളെ പ്രസവിച്ചു കൊണ്ടേയിരുന്നു. കാരണം യാക്കോബ് ലേയെ അനിഷ്ടയായി കണ്ടുവെങ്കിൽ ദൈവം ലേയെ മാനിക്കുവാൻ തുടങ്ങി. റാഹേല് വന്ധ്യമായി. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആരെയും ഒരു വിധത്തിലും മാറ്റി നിർത്തുവാൻ പാടില്ല. സ്വർഗത്തിലെ ദൈവം അവരെ മാനിക്കും. അതുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നത് പോലെ തന്നെ നാമും ഒരു വ്യക്തികളെയും മാറ്റി നിർത്തുവാൻ പാടില്ല. എല്ലാവരുടെയും കഴിവും പ്രാപ്തിയും ഓർമ്മയും ജോലിയും പണവും കുടുംബവും സൗന്ദര്യവും പൊക്കവും തൂക്കവും ഒരുപോലെ അല്ല. പക്ഷേ സകലരെയും ദൈവം സൃഷ്ടിച്ചതാണ്. എല്ലാവരെയും ദൈവത്തിന് ഒരുപോലെയാണ്. കാരണം നാമൊക്കെ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടവും അനിഷ്ടവും അഥവാ വേറെ കൃത്യം കാണിച്ചാലും തമ്പുരാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം നമുക്കിട്ട് നല്ല പണി തരും. അതാണ് ഇവിടെ പറ്റിയത്. യാക്കോബ് മിടുക്കനായിട്ട് ഓടി ലാബാന്റെ ഭവനത്തിൽ വന്നു. ഇതാ 20 വർഷം അവിടെ അങ്ങ് പോയി. മാത്രമോ ലേക്കാട്ടിൽ റാഹേലിനെ സ്നേഹിച്ചു. ലേയുടെ ഗർഭപാത്രത്തെ ദൈവം തുറന്നു കൊടുക്കുകയും റാഹേലിന്റെ ഇഷ്ടപ്പെട്ടവരുടെ ഗർഭപാത്രത്തെ അടയ്ക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നാം പലതും ഈ നിലയിൽ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ കണക്കുകൂട്ടൽ ഒന്നുമല്ല നടക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് മാറ്റിവെച്ച് ഒഴിവാക്കി ചിലരെ മാറ്റി ചിലരെ അടുപ്പിച്ച് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ ജീവിതം ഒന്ന് മാറ്റിയിട്ട് സത്യസന്ധമായി സ്പഷ്ടമായി പകൽ പോലെ വെളിച്ചമായി ദൈവമുമ്പാകെ നീതിയോടെ ഒന്ന് ചെയ്തേ അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ സാധാരണ ജീവിതത്തിലും ആത്മീയ ക്രിസ്തീയ ജീവിതത്തിലും ഒരുപോലെ പാലിക്കപ്പെടേണ്ട ഒന്നാണ്. അതായത് നാം ആരെയും ഒരു വിധത്തിലും അനിഷ്ടരെന്ന് കണ്ട് മാറ്റി നിർത്തരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം അത് കണ്ട് അവരെ മാനിക്കും, അവർക്ക് വേണ്ട അനുഗ്രഹം കൊടുക്കും. 2, ഞാനും നിങ്ങളും പലരുടെ മുമ്പാകെ പല സാഹചര്യത്തിൽ മാറ്റി നിർത്തപ്പെട്ടു, അനിഷ്ടരാക്കപ്പെട്ടു, അല്പം പ്രയാസങ്ങൾ തോന്നി. മുഷിയരുത്. ഒരു ബുദ്ധിമുട്ടും ആരോടും തോന്നരുത്. അവരെക്കാട്ടിൽ മുമ്പേ എന്നെ നിങ്ങളെ കണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവം നമുക്ക് വേണ്ടത് കരുതുവാൻ തരുവാൻ വിശ്വസ്തൻ തന്നെയാണ്. ഈ തിങ്കളാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മിത്രമേ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളെ മക്കൾ മാറ്റി നിർത്തിയാൽ, സഹോദരങ്ങൾ മാറ്റി നിർത്തിയാൽ, സുഹൃത്തുക്കൾ മാറ്റി നിർത്തിയാൽ, നിങ്ങളുടെ കൊളീഗ്സ് മാറ്റി നിർത്തിയാൽ, നിങ്ങളെ കരുതുന്ന ചേർത്ത് പിടിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ വേദന അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇന്ന് ഏതെങ്കിലും ഈ നിലകളിൽ ഭാരത്തോടെ വിഷമത്തോടെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളെ, വിഷമിക്കേണ്ട. സ്വർഗം നമ്മളെ കണ്ടിരിക്കുന്നു. സ്വർഗം നമ്മളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വർഗം നമുക്ക് വേണ്ടി വൻകാര്യം ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നു. ആ ദൈവകരങ്ങളിൽ പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി സ്തോത്രത്തോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. യാക്കോബ് തന്റെ 2 ഭാര്യമാരിൽ ഇഷ്ടവും അനിഷ്ടവും
വേറുകൃത്യവും കാണിച്ചപ്പോൾ അനിഷ്ടയായവളെ സ്വർഗം സ്വീകരിച്ച് അവളെ വേണ്ടവണ്ണം മാനിച്ചു, അനുഗ്രഹിച്ചു എന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പാ, ഞങ്ങളും പലരുടെ കണ്ണിൽ അനിഷ്ടരാണ്. എന്നാൽ അപ്പൻ ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം. മാത്രമല്ല, ഞങ്ങളും ഒരു വ്യക്തിയെ പോലും അനിഷ്ടരെന്ന് തള്ളി മാറ്റി നിർത്താതെ ഏവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുവാൻ ഇടയാകണമേ. ഇന്ന് ദൈവവചനം കേട്ട എല്ലാ തന്നെ മക്കളെയും അനുഗ്രഹിക്കണം. ആര് മാറ്റി നിർത്തിയാലും തമ്പുരാൻ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്നും ചേർത്ത് പിടിച്ച് കരം നൽകി വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്ത് അനുഗ്രഹത്തോടെ നടത്തുമെന്നുള്ള വലിയ വാഗ്ദത്തം നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ മേൽ സ്വർഗീയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കാൻ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ